നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഏകദേശം ഒരു വയസ്സിന് മുകളിലായി ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. അതിനെ ഒരുപാട് എന്താ പറയുക, ഹൈപ്പറാണ് ആൾ. പിന്നെ പ്ലേഫുള്ളാണ്. പിന്നെ ഒരു തരത്തിലൊരു മാനേഴ്സൊന്നുമില്ല. അത്യാവശ്യത്തിനുള്ള സിറ്റും ഷേക്കൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉടയൻ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് അതിൻ്റെ മുകളിലൊരു കൺട്രോളിന് അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടാണ് എന്നെ സമീപിക്കുകയും ഇതിൻ്റെ ട്രെയിനിങ് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് അവന് ഒരു സെൽഫ് റെസ്പെക്റ്റ്, അതേപോലെ നമുക്കൊരു മാനേഴ്സ്, ഇതൊക്കെ എന്താണെന്ന് ഉപയോഗിക്കുന്നത്. ഞാനൊരു ലീഷ് ഉപയോഗിച്ചിട്ടുണ്ട് ടൂളായിട്ട്. പിന്നെ റിവാർഡിനായിട്ട് ഫുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്നും ഞാൻ ഈ ഒരു വർക്കിന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ബോഡി ലാംഗ്വേജ് അതും നിങ്ങൾക്ക് ശ്രദ്ധേയമാണ്. അതുകൂടാതെ തന്നെ ഞാൻ സംസാരിക്കുന്ന രീതികളും, അതായത് ഞാൻ അവനെ അധികം ഞാൻ ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല. കാരണം ഇങ്ങനെ നമ്മളെന്താ പറയുക, ഒരു കുടിയൻ നമ്മളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ അതേപോലെയുള്ള ഇൻട്രാക്ഷനാണ് ഞാൻ ഇവനും നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഇതിനകത്ത് അവൻ എന്നെ അടുത്ത് ദേഹത്തോട്ട് തള്ളിക്കയറി എന്നെ ഇടിച്ച് മറിക്കാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചെറുതായിട്ട് ഞാൻ സ്ലിപ്പാവുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് അവൻ്റെ സ്പേസിലോട്ട് ഇടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ഞാൻ അതേപോലെ തന്നെ പയ്യെ അവൻ്റെ കൂട്ടിനകത്തോട്ട് കയറിയിട്ടാണ് ഞാൻ ലീഷിടുന്നത്. കാരണം പുറത്ത് അല്പം വെയിലുണ്ടായിരുന്നു. ആ ലീഷ് ഇട്ടപ്പോൾ പുള്ളി ഒന്ന് ഒതുങ്ങി. കാരണം കഴുത്തിനാണ് പിടി വീണത്. അതാണ് ഡോഗ്സിനെയൊക്കെ നമ്മൾ ലീഷ് ചെയ്യുന്ന ഒരിത് എന്നും പറഞ്ഞ് ലീഷിട്ട് അധികം ഇറുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. ആ ലൈറ്റായിട്ടൊരു ടച്ച്, അതൊരു ചെറിയ പ്രഷറാണ്. നമ്മളിപ്പോൾ ഒരാളെ ഇങ്ങോട്ട് വിളിക്കാൻ അയാളെ പിടിച്ച് വലിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അയാളെ ഒന്ന് പിടിക്കുന്നത് എന്തിനാണ്, അയാളെ ദേഹത്ത് തൊടുന്നതല്ലേ പിടിക്കുന്നത് എന്തിനാണ്, അയാളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പയ്യെ ആ ലീഷ് കൊണ്ട് തന്നെ നമുക്ക് ഇരുത്താനുള്ളൊരു സിസ്റ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ആ ഇരുന്ന ഡോഗിനെയാണ് ഞാനത് ട്രീറ്റ് ചെയ്യുന്നത്. അത് റിവാർഡ് ചെയ്ത് മനസ്സിലാക്കിക്കുകയാണ്. അതുകൂടാതെ ഞാൻ അവിടെ പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, അവൻ എൻ്റെ ദേഹത്ത് ചാടി കയറിയപ്പോൾ എനിക്കുണ്ടായ ഹേർട്ട്, അത് ഓണറിന് മുറിവുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇവൻ്റെ ഈ കളി ഇതൊരു നിസ്സാര കളിയല്ല. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കളി ബ്രീഡുകളുടെ അനുസരിച്ചും ഡോഗിൻ്റെ സ്വഭാവം അനുസരിച്ചും അത് പ്ലേ ബൈറ്റ് എന്ന് പറയുന്ന സാധനം അഗ്രസേഷനിലോട്ട് പോകാൻ പറ്റും. ഞാൻ അവനെ കൂട്ടുന്ന നേരെ ഒരു വാക്കിങ്ങിനായിട്ട് കൊണ്ടുപോവുകയാണ്. വാക്കിങ്ങിൽ അവർക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും. അതിനായിട്ടാണ് ഞാൻ വാക്കിങ് കൊടുക്കുന്നത്. പിന്നെ ഇവൻ്റെ അടുത്ത ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് അവനിലുള്ള മാറ്റം. ഞാൻ കൂട്ടിച്ചെന്നാൽ നേരത്തെയൊക്കെ എന്നെ ഇടിച്ച് മറിച്ച ആൾ എൻ്റെ ദേഹത്ത് പോലും തൊടാതെ അവൻ്റെ പൊസിഷൻ അവൻ പിടിക്കുക. കാരണം എനിക്കതാ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കൂട്ടിനകത്തുനിന്ന് തന്നെ ലീഷിട്ട് ഇറക്കാൻ നിർബന്ധിതനായത്. കാരണം അതാണ് എല്ലാ ദിവസവും ഒരേപോലെയുള്ള പരിശീലനം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അവർക്കൊരു വ്യത്യാസം വരും. ഇവൻ ഏകദേശം ഇപ്പോൾ ഒരു 10-15 ദിവസം പരിശീലനം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അവന് മനസ്സിലായി അവൻ എവിടെയാണ് ഇരിക്കേണ്ടത്, ലീഷിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ലീഷ് കൊണ്ടുവരുമ്പോൾ തലയിട്ട് ലീഷിലോട്ട് കയറണം ഞാൻ. എന്നിട്ട് ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പുള്ളി അത് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് എനിക്ക് ഫുഡ് തരും. മറ്റേ ഞാൻ ഫുഡ് കൈ പിടിക്കുമ്പോൾ ഇടിച്ചങ്ങ് മേടിക്കുക, കടിച്ചൊക്കെ അങ്ങ് മേടിക്കുക നമ്മളേന്ന്. അതൊക്കെ മാറി ഇപ്പോൾ ഇരുന്ന് സൗമ്യമായിട്ട് ഞാൻ കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന ലെവലിലായി. എനിക്കിപ്പോൾ കഴുത്തിൽ തൊടാം, ശരീരത്തിൽ തൊടാം എന്നൊക്കെ ഉള്ള ഒരു അനുവാദം എനിക്ക് തന്നു. എല്ലാം തരുമ്പോഴൊക്കെ ഞാൻ അവനെ പ്രൈസ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? നിരാശപ്പെടുത്തത്തില്ല. അവൻ എന്തൊക്കെ രീതിയിൽ എനിക്ക് വില്ലിങ്നെസ് തരുന്നോ ആ സമയത്തെല്ലാം ഞാൻ അവന് ഫുഡ് ട്രീറ്റ് റിവാർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് വേണ്ടുന്നത് ഞാൻ അവനെ ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ലീഷൊക്കെ ഓക്കെ ശരി സമ്മതിച്ചു, ഒറ്റ വലിച്ചുകൊണ്ട് ഒറ്റ പോകണം. അത് നിർത്താനായിട്ടാണ് ഞാൻ ഈ കൂട്ടിലോട്ട് കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കയറി ഇറങ്ങി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിന് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ചുരുക്കം അവസാനം അത് എൻ്റെ മനസ്സിന് കീഴടങ്ങും. ആ മനസ്സിനെ ഞാൻ ഇനി കീഴടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നോർമലായിട്ട് നമ്മളെ കൂടെ നമ്മളനുസരിച്ച് നടന്നു വരാൻ. അതായത് ഇവരെ സംബന്ധിച്ചോളം, ഡോഗ്സിനെ സംബന്ധിച്ചോളം ഒരു പാക്കിൽ ഒരു അംഗമല്ലേ. പാക്ക് നമ്മൾ ഫാമിലിയിൽ ഒരു മെമ്പറാണ് നമ്മളൊക്കെ എങ്കിൽ അവർ പാക്കിലൊരു മെമ്പറാണ്. അപ്പോൾ ആ പാക്ക് മെമ്പർ എപ്പോഴും ആ ലീഡറിനെ ഫോളോ ചെയ്യണം. അപ്പോൾ അത് ലീഡ് എന്ന് പറയുന്ന ഈ ലീഷിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്തോ ലീഡ്. അപ്പോൾ ആ ലീഡ് ആരാണോ പിടിച്ചിരിക്കുന്നത് അയാളാണ് നയിക്കുന്നത്. അവൻ അതിനെ ഫോളോ ചെയ്ത് വരാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ എപ്പോഴും നമ്മൾ ലീഷിൽ പിടിച്ചിട്ടും ചെറിയൊരു ലീഡിങ് കൊടുക്കുമ്പോൾ, അതായത് ചെറിയൊരു പുള്ളിങ് കൊടുക്കുമ്പോഴാണ് അവർ മൂവ് ചെയ്ത് തുടങ്ങുന്നത്. അതേ കണക്കിന് അത് ലീഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ളൊരിതുണ്ട്. അതിനെല്ലാം ലീഷിനകത്തുള്ള ഓരോ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മളത് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാ ട്രെയിനേഴ്സും അങ്ങനെ തന്നെ. ഇപ്പോൾ കണ്ടോ അവൻ്റെ കഴിഞ്ഞ തവണത്തെക്കാട്ടിലുള്ളൊരു മാറ്റം കണ്ടോ? എന്നെ ഉല്ലസിച്ച് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നടന്നു വരുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ ആവശ്യം.
ഇനി ഞാൻ പറയട്ടെ, ഇത് ഈ ഡോഗിൻ്റെ ടെയിൽ വാഗിങ് ശ്രദ്ധിച്ചോണം, അതിൻ്റെ മുഖം ശ്രദ്ധിച്ചോണം. ഇത് ഹാപ്പി മോഡാണ്. അപ്പോൾ ഇവനൊരു ഫ്രണ്ട്ലി ഡോഗായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെന്ന് കയറിയത്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അത് കണക്ക് എല്ലാ ഡോഗും ഇങ്ങനെ തന്നെ പെരുമാറണമെന്ന് നിയമമൊന്നുമില്ല. അപ്പം നമുക്കവിടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം. ഡോഗിൻ്റെ ടെയിൽ ഏത് പൊസിഷനിലാണ് വാഗ് ചെയ്യുന്നത്, അതായത് വാലാട്ടുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ മുഖവും കണ്ണിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഡോഗിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് ലീഷ് ഇടുകയും ഈ രീതിയിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പെരുമാറാൻ പറ്റൂ. എൻ്റെ ട്രെയിനിങ് പാർട്ടിൽ ബേസിക് ഒബീഡിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലീഷ് വാക്കാണ്. അതുകൂടാതെ സിറ്റും ഡൗണും കാര്യങ്ങളെല്ലാം ആയിട്ട് 1 മാസമാണ് എൻ്റെ കോഴ്സിൻ്റെ രീതി. പിന്നെ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ കസ്റ്റമറിനൊരു ക്ലാസ് കാണും. അതുവരെ വീഡിയോ അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഡോഗ് ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് അവർക്കിത് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ 30 ദിവസം കഴിയുമ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഒരു പുതിയ ഇത്തരത്തിലുള്ളൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.